ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് തൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ട് ആകെ തകർന്നു നിൽക്കുന്ന രഘുവിനെയാണ്. ഇനി അവരെ കണ്ടെത്തുന്നതുവരെ ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും എനിക്കറിയില്ലെന്ന് പറഞ്ഞ് രഘു പൊട്ടിക്കരയുമ്പോൾ സാറയും ശിവാനന്ദനും ചേർന്ന് രഘുവിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. പാലത്തിന്റെ അവിടെ വെച്ച് നിത്യയെ കൊല്ലാൻ ശ്രമിച്ചതും താൻ പാലത്തിന്റെ പുറത്തുനിന്നും താഴേക്ക് വീണതും ഒക്കെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ജീവൻ. പെട്ടെന്ന് തന്നെ ജീവൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോകാനൊരുങ്ങുകയാണ്. മുറിയിൽ നിന്നും ശബ്ദം കേട്ടോടൻ തന്നെ നഴ്സും അറ്റൻഡർമാരും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അവര് ജീവനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൈപ്പിടിയിൽ ജീവൻ ഒതുങ്ങുന്നില്ല. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരികയാണ്. എനിക്ക് പോകണം പോകണം എന്നൊക്കെ ജീവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പോകാം, നിങ്ങൾ സമാധാനിക്ക് എന്നൊക്കെ ഡോക്ടറും പറയുന്നു. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ജീവൻ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ സമാധാനമായി പറഞ്ഞു തരാമെന്നും നിങ്ങൾ ആദ്യമൊന്ന് സമാധാനമായി ഇരിക്കാനും ഡോക്ടർ പറയുന്നു. തുടർന്ന് സിസ്റ്ററിനോട് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് ഡോക്ടർ. അങ്ങനെ ഇഞ്ചക്ഷൻ കൊണ്ടുവരികയും ജീവനെ അത് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ജീവൻ ശാന്തനാവുകയും ജീവൻ ബോധരഹിതനാവുകയും ചെയ്യുന്നു. അതേസമയം ഈ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സുജാത. തന്റെ മകൻ ജീവിച്ചിരിക്കുന്നുള്ള സത്യം സുജാതയ്ക്ക് ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ സുജാതയെ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ ആരാണെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ അത് എൻ്റെ മകനാണെന്ന് സുജാത കരഞ്ഞുകൊണ്ട് പറയുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് വരാമോ എന്ന് സുജാത ചോദിക്കുമ്പോൾ വന്നോളാൻ ഡോക്ടർ പറയുന്നു. അങ്ങനെ സുജാത ജീവന്റെ അടുത്തേക്ക് വരികയും ജീവന്റെ കൈ പിടിച്ച് പൊട്ടിക്കരയുകയും ചെയ്യുന്നതാണ് കാണിക്കുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ജീവന് നേരിയ ബോധം വരികയാണ്. സുജാതയെ കാണുന്ന ജീവൻ സുജാതയെ തിരിച്ചറിയുകയാണ്. പിന്നീട് കാണിക്കുന്നത് സ്കൂളാണ്. കല്യാണി എന്തോ കുസൃതി ഒപ്പിക്കുമ്പോൾ കല്യാണിയെ ബെഞ്ചിന്റെ പുറത്ത് കയറ്റി നിർത്തുകയാണ് നിത്യ. അതേസമയം തന്നെയാണ് നിത്യയുടെ പണം കൊടുക്കാനായി ഹരി അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ മോളെ എന്തിനാ നീ ബെഞ്ചിന്റെ പുറത്ത് കയറ്റി വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് നിത്യയ്ക്ക് നേരെ ചൂടാവുകയാണ് ഹരി. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. സുജാത വീട്ടിലേക്ക് പോകുന്നു. അതേസമയം പഴയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ജീവൻ. നിത്യയുടെ പേര് പേപ്പറിൽ എഴുതിയതിനു ശേഷം അതിൽ കുത്തി വലിച്ച് കീറുകയും കൂടാതെ നിത്യ എന്ന് വിളിച്ച് അലറുകയും ചെയ്യുകയാണ് ജീവൻ. ഇത് കണ്ട് പേടിയോടെ നിൽക്കുകയാണ് സിസ്റ്റർ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.